ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള സംസ്കാരങ്ങളും ജീവിത രീതികളും ചരിത്രവും ഒക്കെ ഉണ്ടാവും. അതെല്ലാം പുറത്തുനിന്ന് കാണുന്ന നമ്മളെപ്പോലുള്ളവർക്ക് എപ്പോഴും അതിശയവും അത്ഭുതവും ഉണ്ടാക്കി തരുന്ന പുതിയ പുതിയ അറിവുകളായിരിക്കും. അങ്ങനെയുള്ള അറിവുകൾ തേടിയുള്ള ഒരു യാത്രയുടെ ഭാഗമായിട്ട് നോ ദ വേൾഡ് എന്ന പേരിൽ ഒരു സീരീസ് ഇന്നു മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സീരീസിലെ ആദ്യത്തെ വീഡിയോ ഇവിടെ റിലീസ് ചെയ്യുകയാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തോന്നുന്നത് ജെറുസലേമും യേശുക്രിസ്തുവും പുൽത്തൊഴുത്തും യേശുദേവനെ കുരിശിലെത്തിയ ഗാഗുൽത്ത മലയും ഒക്കെയാണ്. പക്ഷെ ഇപ്പോൾ അടുത്തിടെയായിട്ട് ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു വാർത്തയാണ്. ഇനി എല്ലാവർക്കും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംശയമാണ്, ക്രിസ്തുമതവും ജൂതമതവും ഒന്നാണോ? ഇതിൻ്റെ ഇടയിൽ ഇസ്ലാം മതത്തിനുള്ള പ്രാധാന്യം എന്താണ്? ഇവരുടെയൊക്കെ ഉത്ഭവം എവിടെ നിന്നാണ്? ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുടെ ഉത്തരങ്ങളും വിശദീകരണങ്ങളുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരേ സമയം തന്നെ ക്രിസ്തു മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും ഉറവിടമായി കരുതപ്പെടുന്ന ഇസ്രായേൽ എന്ന രാജ്യത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മളിന്ന് മനസ്സിലാക്കും. ആദ്യം ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തിലെ ഒരേ ഒരു ജൂതരാജ്യം എവിടെയാണുള്ളതെന്ന് നോക്കാം. ഇസ്രായേൽ സ്ഥിതി ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിലാണ്. അറബ് രാജ്യങ്ങളായ ഈജിപ്റ്റ്, സിറിയ, ടർക്കി, ജോർഡാൻ, ഇറാഖ്, സൗദി അറേബ്യ, പാലസ്തീൻ തുടങ്ങിയ അറബ് രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ജൂതരാജ്യമാണിത്. മെഡിറ്ററേനിയൻ കടലിനും ചെങ്കടലിനും ചാവുകിടലിനും നടുവിലാണ് ഈ രാജ്യം. ഇനി നമുക്ക് ഇസ്രായേലിനെ ഒന്ന് അടുത്തറിയാം. ഇസ്രായേലിന്റെ ക്യാപിറ്റലായിട്ട് അവർ തന്നെ അവകാശപ്പെടുന്നത് ജെറുസലേമാണ്. പക്ഷെ ഒഫീഷ്യലി യുണൈറ്റഡ് നേഷൻസും മറ്റു രാജ്യങ്ങളും ഇസ്രായേലിന്റെ ക്യാപിറ്റലായി അംഗീകരിച്ചിട്ടുള്ളത് ടെൽ അവീവ് എന്ന് പറയുന്ന ഒരു സിറ്റിയാണ്. ഇതേ ജെറുസലേമിന് വേണ്ടി തന്നെയാണ് മുസ്ലിം രാജ്യമായ തൊട്ടടുത്ത് കിടക്കുന്ന പാലസ്തീൻ ഇസ്രായേലുമായി സദാ സംഘർഷത്തിൽ ഏർപ്പെടുന്നത്. ഇസ്രായേൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള പോലെ തന്നെ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും പാർലമെന്റും ഒക്കെ അവിടെയുണ്ട്. ഇന്ത്യയിലെ പാർലമെന്റിനെ വിധാൻസഭ എന്നാണ് നമ്മളിവിടെ പറയുന്നതെങ്കിൽ ഇസ്രായേൽ പാർലമെന്റിനെ നെസറ്റ് എന്നാണ് അവർ വിളിക്കുന്നത്. പിന്നെ ഇവിടെ ഉള്ള പോലെ തന്നെ പാർലമെന്റിലെ സ്പീക്കറും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും ഒപ്പോസിഷൻ പാർട്ടിയും ഒക്കെ അതുപോലെ തന്നെ അവിടെയുണ്ട്. പക്ഷെ ഇന്ത്യയിലുള്ള പോലെ എഴുതി ചിട്ടപ്പെടുത്തിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന അവർക്കില്ല. ഇസ്രായേലിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് അറബിയും ഹീബ്രുവുമാണ്. ഇതിൽ ഇസ്രായേലിലെ 50% ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹീബ്രു ആണ്. ഹീബ്രു ലിപിയിലാണ് ജൂതന്മാരുടെ ഹീബ്രു ബൈബിൾ എഴുതി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഹീബ്രുവിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഡെഡ് ലാംഗ്വേജ് എന്നാണ് ഈ ഭാഷയെ അറിയപ്പെട്ടിരുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളായി ആരും സംസാരിക്കാനില്ലാതെ കിടന്ന ഒരു ഭാഷയായിരുന്നു ഇത്. ഇപ്പോൾ വീണ്ടും ഇസ്രായേൽ ഈ ഭാഷ പുനർജീവനം നൽകി വ്യാപകമായി ഇവർ ഉപയോഗിച്ചു വരികയാണ്. ഇസ്രായേലി ന്യൂഷകലാണ് ഇവിടുത്തെ നാണയം. ഒരു ഷെഗൽ എന്ന് പറയുന്നത് ഏകദേശം 22 ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമാണ്. ജനസംഖ്യ 88 ലക്ഷത്തോളം വരും. വിസ്തൃതി 22,145 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഇത് കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 2/3 ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ഇനി ജൂതന്മാരാരാണ്? ജൂതമതം എന്താണ്? ക്രിസ്തു മതത്തിനും ജൂതമതത്തിനും ഇസ്ലാം മതത്തിനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ മതങ്ങളുടെയൊക്കെ ഉത്ഭവം എവിടെയാണ്? തുടങ്ങിയ ചോദ്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ സാധാരണ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഉത്തരങ്ങൾ നല്ല വ്യക്തമായി നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ മനസ്സിലാക്കി തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ജൂതന്മാർ ആരാണ്? നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ ക്രിസ്ത്യൻ കലണ്ടർ ആണെന്ന് നമുക്കറിയാമല്ലോ. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ക്രിസ്തു വർഷം അല്ലെങ്കിൽ AD അല്ലെങ്കിൽ അന്നോ ഡൊമിനി എന്നുമാണ് അറിയപ്പെടുന്നത്. നമ്മൾ പ്രസന്റ്ലി ജീവിക്കുന്നത് ക്രിസ്തു വർഷം 2021 ആണ്ടാണ് അല്ലെ. അപ്പോൾ ഈ 2021 വർഷങ്ങൾ നമ്മൾ പുറകോട്ട് സഞ്ചരിച്ചാൽ കലണ്ടറിലെ 1-ാം വർഷം എത്തും. ആ സമയത്താണ് ക്രിസ്തു ജീവിച്ചിരുന്നത്. അവിടെ നിന്നും ഒരു 2000 വർഷം വീണ്ടും പുറകോട്ട് പോയാൽ ഇസ്ലാം മതത്തിന്റെയും ജൂതമതത്തിന്റെയും പിതാവ് അപ്പോഴത്തെ ഇസ്രായേൽ ഭരണാധികാരിയായിരുന്ന എബ്രഹാം ആണ് എന്ന് മനസ്സിലാക്കാം. എബ്രഹാമിന്റെ 2 മക്കളായിരുന്നു ഐസക്കും ഇസ്മയിലും. ഐസക്കിലൂടെ ജൂതമതവും ഇസ്മയിലിലൂടെ ഇസ്ലാം മതവും പ്രചരിക്കാൻ തുടങ്ങി. അതിനുശേഷം പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ ഡേവിഡും സോളമനും ഉൾപ്പെടെ പല ജൂത രാജാക്കന്മാരും വന്നുപോയി. ബാബിലോണിയക്കാരും പേർഷ്യൻസും റോമൻസും ഗ്രീക്കുകാരും അറബ്സും ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങൾ ഇസ്രായേലിനെ കീഴടക്കുകയും ഭരിക്കുകയും ചെയ്തു. ഇതിൽ റോമൻസ് ഭരിക്കുന്ന പീരീഡിലാണ് ഇസ്രായേലിലെ ജെറുസലേമിനടുത്തുള്ള ബെത്ലഹേമിൽ ക്രിസ്തു ജനിക്കുന്നത്. നമ്മുടെ കലണ്ടറിലെ ഏതാണ്ട് 1-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ജൂതപ്രവാചകനായ ക്രിസ്തു ജനിക്കുന്നത്. ജൂതന്മാരിൽ തന്നെ യേശു ക്രിസ്തുവിനെ ദൈവപുത്രനായി കണ്ട് ഒരു വിഭാഗം ആരാധിക്കാൻ തുടങ്ങുകയും ക്രിസ്തുമതം എന്ന ഒരു പിരിവ് ജൂതമതത്തിൽ നിന്നും ഉണ്ടാവുകയും ചെയ്തു.
ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജൂതമതത്തിനെയും ഇസ്ലാം മതത്തിൻ്റെയും കൂടെ ഇപ്പോൾ ക്രിസ്തുമതം എന്ന പേരിൽ പുതിയൊരു മതം കൂടി അങ്ങനെ ഉണ്ടാവുകയാണ്. പക്ഷെ ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ജൂതന്മാർ യേശു ക്രിസ്തുവിനെ കണ്ടിരുന്നത് ഒരു സാധാരണ മനുഷ്യനായിട്ടായിരുന്നു. അദ്ദേഹം ദൈവപുത്രനാണെന്ന് ജൂതന്മാർ വിശ്വസിച്ചിരുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തുവിന്റെ പ്രവചനങ്ങളും പ്രചരണങ്ങളും അവരുടെ നിയമങ്ങൾക്ക് എതിരായി മാറിയത്. അക്കാരണത്താലാണ് ജൂതന്മാരിൽ ഒരു വിഭാഗം യേശു ക്രിസ്തുവിനെ അപ്പോഴത്തെ ഭരണാധികാരികളായിരുന്ന റോമൻസിന് പിടിച്ചു കൊടുക്കുകയും അദ്ദേഹത്തെ കുരിശിലേറ്റുകയും കൊലപ്പെടുത്തുകയും ചെയ്തത്. ഇവിടെ നിന്നാണ് ക്രിസ്തുമതത്തിന്റെ ഉത്ഭവം. അപ്പോൾ ക്രിസ്തുമതം ജൂതമതത്തിൽ നിന്ന് പിരിഞ്ഞു വന്നതാണ് എന്ന് മനസ്സിലായല്ലോ. ക്രിസ്തുമതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും ജൂതമതത്തിന്റെയും ഉറവിടം ഒന്നായതുകൊണ്ടായിരിക്കണം ബൈബിളിലും ഖുറാനിലും ചില കഥാപാത്രങ്ങൾ ഒരുപോലെ കാണപ്പെടുന്നത്. ബൈബിളിലെ കിങ് സോളമൻ ഖുറാനിലെ സുലൈമാനും ജോസഫ് യൂസഫും മേരി മറിയവും മോസസ് മൂസയും കിങ് ഡേവിഡ് ദാവൂദും എബ്രഹാം ഇബ്രാഹിമും ഐസക് ഇഷാക്കും ഇയോബ് അയ്യൂബും ജീസസ് ഈശയുമായിട്ടാണ് ഖുറാനിൽ പ്രതിപാദിക്കപ്പെടുന്നത്. അപ്പോൾ ഈ മതങ്ങളിലൊക്കെ പല നൂറ്റാണ്ടുകളായി ഒരുപാട് പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ട്. പ്രവാചകന്മാരെന്ന് പറയുന്നത് മെസ്സഞ്ചേഴ്സ് ആണ്. ദൈവത്തിന്റെ കൽപ്പനകൾ ഭൂമിയിൽ എത്തിക്കുന്ന ദൈവപുത്രന്മാരാണ് ഇവർ. ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യനാണെന്ന് പറയപ്പെടുന്ന ആദം മുതൽ ജോസഫ്, മോസസ്, എബ്രഹാം, നോവ, ജീസസ് തുടങ്ങിയ ഒട്ടനവധി പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ട്. ഇതിൽ ഇസ്ലാം മതം വിശ്വസിക്കുന്നത് ഏറ്റവും അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബിയാണെന്നാണ്. ജൂതമതം ഉണ്ടായിരുന്ന കാലം മുതൽ അതിനോടൊപ്പം തന്നെ പ്രചരിക്കപ്പെടുന്ന ഇസ്ലാം മതം വളരെ വേഗത്തിൽ വ്യാപിക്കാൻ തുടങ്ങിയത് സൗദി അറേബ്യയിലെ മക്കയിൽ ജനിച്ച മുഹമ്മദ് നബിയുടെ 7-ാം നൂറ്റാണ്ടിലെ ഭരണകാലത്തായിരുന്നു. അതായത് AD 600-കളിൽ എന്ന് വെച്ചാൽ നമ്മുടെ കലണ്ടറിലെ 600-ാം വർഷം. മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് ഇസ്രായേലിലെ ജെറുസലേം പുണ്യനഗരമാകുന്നത് എന്ന് ചോദിച്ചാൽ, മുഹമ്മദ് നബി സ്വർഗാരോഹണം നടത്തുന്നതിന് മുമ്പ് ഏറ്റവും അവസാനമായി സന്ദർശിച്ച സ്ഥലമാണ് ജെറുസലേം എന്നാണ് പറയപ്പെടുന്നത്. ജെറുസലേം സന്ദർശിക്കുന്നതിനായി മുഹമ്മദ് നബി സൗദി അറേബ്യയിലെ മക്കയിൽ നിന്നും ഇസ്രായേലിലെ ജെറുസലേമിലേക്ക് അൽ ബുറാഖ് എന്ന ഒരു പ്രത്യേക ജീവിയുടെ മുകളിൽ കയറി യാത്ര ചെയ്തു. ഒറ്റ രാത്രി കൊണ്ട് വന്നു ചേർന്നു എന്നാണ് പറയപ്പെടുന്നത്. മക്കയിൽ നിന്നും ജെറുസലേമിലേക്ക് 1482 കിലോമീറ്റർ ദൂരമെന്ന് ഓർക്കണം. ഈ അവിശ്വസനീയമായ രാത്രി യാത്രയിലും ജെറുസലേമിലെ ദർശനവും മുസ്ലിങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. ആ രാത്രി യാത്രയിൽ അദ്ദേഹം ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിനെ കാണാൻ അർഹനായി എന്നാണ് പറയപ്പെടുന്നത്. നബി ചെന്നപ്പോൾ ഭൂമിയിലുള്ള ജനങ്ങളോട് ഒരു ദിവസം 50 പ്രാവശ്യം നിസ്കരിക്കാൻ ദൈവം കൽപ്പിച്ചു. മുഹമ്മദ് നബി ജനങ്ങൾക്ക് വേണ്ടി ദൈവത്തിനോട് അഭ്യർത്ഥിച്ച് 50 എന്നുള്ളത് 5 പ്രാവശ്യമാക്കി ചുരുക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അതാണ് ഇന്നും മുസ്ലിം മതവിശ്വാസികൾ പാലിച്ചു പോകുന്നത്. ജെറുസലേമിന്റെ പ്രാധാന്യം ഇസ്ലാം മതത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് ഇപ്പം മനസ്സിലായല്ലോ. ആദ്യമൊക്കെ ജെറുസലേമിന് നേരെ ഇരുന്നായിരുന്നു ഇസ്ലാം മത വിശ്വാസികൾ നിസ്കരിച്ചിരുന്നത് തന്നെ. എങ്കിലും പിന്നീടാണ് സൗദിയിലെ മെക്കയെ നോക്കി വിശ്വാസികൾ നിസ്കരിക്കാൻ തുടങ്ങിയത്. ഖുറാനിൽ പറയുന്നത് പ്രകാരം ലോകാവസാനം തുടങ്ങുന്നത് ജെറുസലേമിൽ നിന്നായിരിക്കുമെന്നാണ് ഇസ്ലാം മത പ്രവചനങ്ങൾ പറയുന്നത്. ഇനി ജൂതന്മാർക്ക് ഇസ്രായേലിൽ എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ക്രിസ്തു ജനിക്കുന്നതിന് 1000 വർഷങ്ങൾ പുറകോട്ട് പോയി നോക്കിയാൽ ജൂത ഭരണാധികാരിയായ കിങ് ഡേവിഡിന്റെ മകനായ കിങ് സോളമൻ BC 1000-ാം ആണ്ടിൽ ജെറുസലേമിൽ 1-ാം ജൂതക്ഷേത്രം പണിതു. അതിന് ഒരു 500 വർഷങ്ങൾക്ക് ശേഷം ബാബിലോണിയക്കാർ ഇസ്രായേൽ കീഴടക്കുകയും 1-ാം ജൂതക്ഷേത്രം നശിപ്പിച്ച് വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ പേർഷ്യൻ ഭരണകാലത്ത് 2-ാം ജൂതക്ഷേത്രം ജെറുസലേമിൽ ജൂതന്മാർ പണിതു. ക്രിസ്തു ജനിക്കുന്നതിന് 100 വർഷങ്ങൾക്ക് മുമ്പ് 2-ാം ജൂതക്ഷേത്രവും തകർക്കപ്പെട്ടു, കൊള്ളയടിക്കപ്പെട്ടു. പിന്നീട് ക്രിസ്തുവിന്റെ പീരീഡിൽ ജൂത രാജാവായ ഹെറോഡ് വീണ്ടും 2-ാമത്തെ ജൂതക്ഷേത്രം പുനഃസ്ഥാപിക്കുകയും ഉയരത്തിലുള്ള മതിലുകൾ കൊണ്ട് ക്ഷേത്രത്തിനെ പ്രതിരോധിക്കുകയും ചെയ്തു. ക്രിസ്തുവിന്റെ പീരീഡിൽ തന്നെ റോമൻസിന്റെ ഭരണകാലത്ത് വീണ്ടും ജെറുസലേമിലെ 2-ാം ജൂതക്ഷേത്രം തകർക്കപ്പെട്ടു. ഇപ്പോൾ ആകെയുള്ള ക്ഷേത്രത്തിന്റെ ശേഷിപ്പ് എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്തുള്ള വെസ്റ്റേൺ വാൾ എന്നറിയപ്പെടുന്ന മതിൽ മാത്രമാണ്. ഈ മതിൽ ജൂതന്മാർക്ക് ഇപ്പോൾ പുണ്യപുരാതനമായ തീർത്ഥാടന കേന്ദ്രമാണ്. ഇതാണ് ജെറുസലേമിൽ ജൂതന്മാർക്കുള്ള പ്രാധാന്യം. പിന്നീട് 1517 മുതൽ 1917 വരെ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റുകൾ രാജ്യങ്ങൾ മുഴുവൻ ഭരിച്ചിരുന്നത് ഓട്ടോമാൻ എന്ന് പറയുന്ന മുസ്ലിം സാമ്രാജ്യമായിരുന്നു. മുസ്ലിം സാമ്രാജ്യത്തിന് കീഴിൽ ഇപ്പോഴുള്ള ഇസ്രായേലിനെയും പാലസ്തീനിലെയും പൊതുവായി നമ്മൾ പാലസ്തീൻ എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. ഇസ്രായേലിലെ ജൂതന്മാരെ മുഴുവൻ ഓട്ടോമാൻ സാമ്രാജ്യത്തിലെ ഭരണാധികാരികൾ കൊന്നൊടുക്കുകയും നാട് കടത്തുകയും ചെയ്തു. അങ്ങനെ പാലസ്തീനിൽ 1917 മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടായി. അങ്ങനെ ഇരിക്കുകയാണ് 1914 മുതൽ 18 വരെ നീണ്ടു നിൽക്കുന്ന 1-ാം ലോക മഹായുദ്ധത്തിൽ ഓട്ടോമാൻ സാമ്രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു. പാലസ്തീൻ അങ്ങനെ ബ്രിട്ടീഷ് അധീനതയിലാവുകയും പാലസ്തീന് വെളിയിൽ
മുറിയിലുള്ള നാടുകടത്തപ്പെട്ട ഈ ജൂതന്മാരെയൊക്കെ ബ്രിട്ടീഷുകാർ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. 1938 മുതൽ 45 വരെ നടന്ന രണ്ടാം ലോക മഹായുദ്ധത്തിനിടയിൽ ജർമ്മനിയിലെ അനേക ലക്ഷം വരുന്ന ജൂതന്മാരെ നാസി ഭരണാധികാരിയായിരുന്ന ഹിറ്റ്ലർ കൊന്നൊടുക്കുകയും നാടുകടത്തുകയും ചെയ്തു. ഹോളോകോസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ നരഹത്യയിൽ നിന്നും രക്ഷപ്പെട്ട് എവിടെയും അഭയം ലഭിക്കാതെ ഒറ്റപ്പെട്ടു പോയ ലോകമെമ്പാടും കിടക്കുന്ന ജൂതന്മാർക്ക് തങ്ങളുടെ പിതൃരാജ്യമായ ഇസ്രായേലിലേക്ക് തിരിച്ചു വരികയല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ 1947 ഇന്ത്യയെ പോലെ തന്നെ പാലസ്തീനും ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിതരാവുകയും ഇന്ത്യൻ യൂണിയൻ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് പിരിഞ്ഞതുപോലെ തന്നെ പാലസ്തീനും വേർപിരിഞ്ഞ് ജൂത ഭൂരിപക്ഷമുള്ള ഇസ്രായേൽ എന്നും മുസ്ലിം ഭൂരിപക്ഷമുള്ള പാലസ്തീൻ എന്നും രണ്ട് രാജ്യങ്ങൾ ഉണ്ടാവുകയായിരുന്നു. പക്ഷേ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഇതിൽ കാണുന്നത് പോലെ 3 ഭാഗങ്ങളായി കിടക്കുന്നത് പോലെയാണ് ബ്രിട്ടീഷുകാർ വിഭജിച്ചത്. കാശ്മീരിന് വേണ്ടി ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷത്തിൽ ഏർപ്പെടുന്നത് പോലെ തന്നെ ഇസ്ലാമിനും ജൂതന്മാർക്കും ഒരുപോലെ ചരിത്ര പ്രാധാന്യമുള്ള ജെറുസലേമിന് വേണ്ടിയും അവർ അനേകം തവണ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടു. പാലസ്തീൻ്റെ പക്ഷം ചേർന്ന് ചുറ്റിനും കിടന്നിരുന്ന ഈജിപ്റ്റ്, ജോർഡാൻ, സിറിയ, ഇറാഖ്, സൗദി അറേബ്യ, ലെബനൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ പലപ്പോഴും ഇസ്രായേലുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിൽ ശക്തരും യുദ്ധതന്ത്രങ്ങളിൽ അഗ്രഗണ്യരുമായ ജൂതന്മാര് അതിൽ ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒടുവിൽ യുണൈറ്റഡ് നേഷൻസ് സാധാരണ ഇടപെട്ടിട്ട് സമാധാനവും വെടിനിർത്തലും ഒക്കെ കൊണ്ടുവരികയാണ് പതിവ്. പാലസ്തീനിലെ ഹമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ഇപ്പോൾ ഗാസയിൽ നിന്നും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുകയും ഇസ്രായേൽ അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നത്. ഇതാണ് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു കഥ. കൂടുതൽ ഇവർ തമ്മിലുള്ള ഈ സംഘർഷത്തെ പറ്റി ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നില്ല. മറ്റൊരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇനി ഇസ്രായേൽ രാജ്യത്തിന് മാത്രമുള്ള ചില പ്രത്യേകതകൾ പറയാം. ഇസ്രായേലിൻ്റെ കിഴക്കേ അറ്റത്ത് നിന്ന് നിങ്ങൾ ഒരു ചെറിയ സ്പീഡിൽ ഓടാൻ തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. 2 മണിക്കൂർ കൊണ്ട് പടിഞ്ഞാറേ അറ്റത്തേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അത്രയ്ക്കും ചെറുതാണ് ഈ രാജ്യം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മ്യൂസിയങ്ങൾ ഉള്ളത് ഇസ്രായേലിലാണ്. ലോകത്തിലെ കരയിലുള്ള ഏറ്റവും ആഴം കൂടിയ സ്ഥലം ഇസ്രായേലിലെ ചാവുകടലിൻ്റെ തീരമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1315 അടിയാണ് ആഴം. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള സ്ഥലമെന്ന് നമ്മൾ പറയുന്ന കുട്ടനാടിന് സമുദ്രനിരപ്പിൽ നിന്നും മാക്സിമം 10 അടി മാത്രമാണ് ആഴം എന്നുള്ള കാര്യം ഓർക്കുക. ചാവുകടലിൽ ഉപ്പിൻ്റെ അംശം വളരെ കൂടുതലാണ്. അതുകൊണ്ട് കടലിൽ ജീവന്റെ സാന്നിധ്യമില്ല. അതിൽ ഇറങ്ങിക്കിടക്കുന്നവർ മുങ്ങി മരിച്ചിട്ടുമില്ല. ഉപ്പിൻ്റെ അംശം വെള്ളത്തിൻ്റെ സാന്ദ്രത കൂട്ടുന്നത് കൊണ്ടാണ് ഇതിൽ ഇറങ്ങുന്നവരൊക്കെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിൽ ഹലാൽ ഫുഡ് എന്ന് പറയുന്നത് പോലെ തന്നെ ജൂതന്മാർ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ഒരു ആഹാര രീതിയാണ് കോഷർ. മാംസമായാലും വൈനായാലും ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയാൽ മാത്രമേ ഇത് കോഷർ ആവുകയുള്ളൂ. ഈ അടുത്തിടെയാണ് ഒട്ടകത്തിൻ്റെ പാലിനെ ഒരുപാട് ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ശേഷം ജൂതന്മാർ കോഷർ ഫുഡായി അംഗീകരിക്കുന്നത്. പിന്നെ ജെറുസലേം സിൻഡ്രോം എന്ന് പറയുന്ന ഒരു മാനസിക വൈകല്യമുണ്ട്. ജെറുസലേം സന്ദർശിക്കുന്ന പലർക്കും ഉണ്ടാകുന്നതായി കേട്ടിട്ടുള്ള ഒരു അസുഖമാണിത്. ഇവിടെ ചെല്ലുമ്പോൾ ദൈവികമായ ചരിത്ര പ്രാധാന്യമുള്ള അവിടുത്തെ ചുറ്റുപാടിൽ കുറച്ചു നേരം ഇരിക്കുമ്പോഴൊക്കെ താൻ ജീസസിൻ്റെയും കിങ് സോളമൻ്റെയും മേരിയുടെയും ഒക്കെ പ്രതിരൂപമാണ് എന്നൊരു തോന്നൽ സന്ദർശകർക്ക് ഉണ്ടാകുന്നതാണ് ഈ മാനസികാവസ്ഥയ്ക്ക് കാരണം. ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യ ദിനം പാലസ്തീനിൽ കരിദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. ജൂതന്മാരുടെ ഹീബ്രു ഭാഷ പോലെ തന്നെ അന്യനിന്നു പോയ ഒരു മരമാണ് ജൂതന്മാരുടെ ഈന്തപ്പനകൾ. പിന്നീട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒരു കുപ്പിയിൽ കണ്ടെടുത്ത 2000 വർഷം പഴക്കമുള്ള ഇതിൻ്റെ വിത്തുകൾ ഉപയോഗിച്ചാണ് 2005 ഈ മരങ്ങളെ നട്ടുമുളപ്പിച്ച് ഇവയുടെ വംശനാശ ഭീഷണി തടഞ്ഞത്. ഇസ്രായേലി പോസ്റ്റൽ സർവീസിൽ ദൈവത്തിന് വരുന്ന കത്തുകൾക്ക് മാത്രമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ദിവസവും ലക്ഷക്കണക്കിന് കത്തുകളാണ് ദൈവത്തിന്റെ പേരിൽ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ജർമ്മനിയിൽ ജനിച്ച ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരു ജൂതനാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഐൻസ്റ്റൈൻ മാത്രമല്ല, കാൾ മാക്സും ജുറാസിക് പാർക്കിൻ്റെ ഡയറക്ടറായ സ്റ്റീവൻ സ്പിൽബർഗും ആൻ ഫ്രാങ്കും അമേരിക്കൻ ആക്ട്രസ്സായ സ്കാർലറ്റ് ജോൺസണും ജൂതന്മാരാണ്. 1952 ഇസ്രായേലിലെ പ്രസിഡന്റ് ആകാൻ ആൽബർട്ട് ഐൻസ്റ്റൈനെ ഗവൺമെന്റ് ക്ഷണിക്കുകയും പക്ഷെ പുള്ളി വേണ്ട എന്ന് നിരസിക്കുകയുമാണ് ഉണ്ടായത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഇസ്രായേലിനോട് കിടപിടിക്കാൻ ഇന്ന് ലോകരാജ്യങ്ങളിൽ ഒരു ശക്തിക്കും കഴിവില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഉപയോഗിക്കുന്ന പെൻഡ്രൈവ് കണ്ടുപിടിച്ചത് ഇസ്രായേലാണ്. അതുവരെ ഫ്ലോപ്പിയിലും CD-യിലുമായിരുന്നു ഡാറ്റകൾ സ്റ്റോർ ചെയ്തിരുന്നത്. ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത മോട്ടറോള എന്ന ബ്രാൻഡ് ഇസ്രായേലിൻ്റെതാണ്. അതുപോലെ തന്നെ ഏറ്റവും കൃത്യതയുള്ള മോസ്റ്റ് അഡ്വാൻസ്ഡ് എൻഡോസ്കോപ്പി ടെക്നോളജിയായ പിൽക്യാം ഇസ്രായേലിൻ്റെതാണ്. വിഴുങ്ങാൻ കഴിയുന്ന ഗുളികയുടെ രൂപത്തിലുള്ള ക്യാമറയാണിത്. ഏറ്റവും അവസാനമായി പറയാനുള്ളത് അയൺ ഡോം. ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന ഒരു അദൃശ്യ ശക്തിയാണിത്.
ഇസ്രായേൽ നിർമ്മിതമായ അയൺ ഡോം ടെക്നോളജി ഒരു എയർ ഡിഫൻസ് ആൻഡ് മിസൈൽ ടെക്നോളജിയാണ്. 4 മുതൽ 70 കിലോമീറ്റർ ദൂരത്ത് നിന്ന് ഇസ്രായേലിനെ നോക്കി വരുന്ന മിസൈലുകളെ ഇസ്രായേൽ നഗരത്തിൽ പതിക്കാതെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ, വളരെ ഉയരത്തിൽ വെച്ച് തന്നെ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചു കളയുന്ന ഒരു ടെക്നോളജിയാണിത്. 2011 2012 പാലസ്തീൻ്റെ മിസൈൽ ആക്രമണത്തിൽ നിന്നും ഇസ്രായേൽ ജനതയെ രക്ഷിച്ചതും ഇപ്പോൾ 2021 പാലസ്തീനിലെ ഹമാസ് തീവ്രവാദികൾ തൊടുത്തുവിടുന്ന ആയിരക്കണക്കിന് മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ നിർവീര്യമാക്കുന്നതും ഇതേ അയൺ ഡോമുകൾ തന്നെയാണ്. 2014 വരെ 1200-ലധികം റോക്കറ്റുകളാണ് ഇസ്രായേൽ അയൺ ഡോമുകൾ ഉപയോഗിച്ച് നിർവീര്യമാക്കിയിട്ടുള്ളത്. ഹമാസിന്റെ ചില റോക്കറ്റുകൾ ഇസ്രായേലിൽ പതിക്കാറുണ്ട് എങ്കിലും 85 മുതൽ 90% വരെ റോക്കറ്റുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ എക്സ്പ്ലോഡ് ചെയ്യിക്കാൻ അയൺ ഡോമുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. US ആർമി വരെ ശത്രുരാജ്യങ്ങളുടെ മിസൈലുകളെ നേരിടാൻ അയൺ ഡോമുകളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അയൺ ഡോമിന് പ്രധാനമായും 3 കമ്പോണൻസ് ആണുള്ളത്. 1 റോക്കറ്റുകളെ ഡിറ്റക്ട് ചെയ്യുന്ന റഡാർ, 2 ഈ റഡാറുകളിൽ നിന്ന് വരുന്ന ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്ന കൺട്രോൾ സിസ്റ്റം, 3 ഇന്റർസെപ്റ്റേഴ്സ്. ഇന്റർസെപ്റ്ററുകൾ കൺട്രോൾ സിസ്റ്റം നൽകുന്ന കമാൻഡിനനുസരിച്ച് ആക്ടിവേറ്റ് ആവുകയും മിസൈലുകൾ ലോഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. ഈ മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് കടക്കുന്ന മിസൈലുകളെ നിർവീര്യമാക്കുന്നത്. ഇസ്രായേലിന് ആകെ 10 അയൺ ഡോമുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഇടതുവശത്ത് കാണുന്നത് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിന് നേരെ അയക്കുന്ന റോക്കറ്റുകളാണ്. വലത്തെ സൈഡിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി ഉപയോഗിച്ച് ഹമാസ് റോക്കറ്റുകളെ ഡിറ്റക്ട് ചെയ്ത് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക്കലി ലോഞ്ച് ചെയ്യപ്പെടുന്ന അയൺ ഡോം മിസൈലുകളാണ്. അയൺ ഡോമുകൾ ഇല്ലായിരുന്നെങ്കിൽ ഗാസയിൽ നിന്നും വരുന്ന 100 കണക്കിന് റോക്കറ്റുകൾ ഇസ്രായേലിനെ ഇതിനോടകം നാമാവശേഷമാക്കിയേനെ. പക്ഷേ ഇതൊരു ചിലവേറിയ ഡിഫൻസ് സിസ്റ്റമാണ്. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഹമാസ് റോക്കറ്റിന് വരുന്ന ചെലവ് 30,000 മുതൽ 50,000 രൂപയാണ്. എന്നാൽ അയൺ ഡോം ഇന്റർസെപ്റ്ററുകൾ ഓരോന്നും 30 ലക്ഷം മുതൽ 60 ലക്ഷം വരെ വില മതിക്കുന്നവയാണ്. വെരി കോസ്റ്റ്ലി അല്ലേ? പക്ഷേ വളരെ അനിവാര്യവുമാണ്. മതപരവും ചരിത്രപരവുമായി വളരെ പ്രാധാന്യമുള്ള ഇസ്രായേൽ എന്ന രാജ്യത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. തുടർന്നും ചാനലിലെ വീഡിയോകൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടണും എനേബിൾ ചെയ്യാൻ മറക്കരുത്.